ശബരിമല സന്നിധാനത്ത് നിയന്ത്രണ തിരക്കാണ് എന്ന് മനസ്സിലായി. ഒരു റെസ്ട്രിക്റ്റഡ് തിരക്ക് പറയും. SKN മൂന്നാം ദിവസമായി ഇന്നും ശബരിമലയിൽ രാവിലെ മുതൽ തന്നെ തീർത്ഥാടകരുടെ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പുലർച്ചെ 3 മണിക്ക് ശബരിമല നട തുറന്നു. ആ സമയം മുതൽ തന്നെ നടപ്പന്തലിലും 18-ാം പടി ചവിട്ടാനും നീണ്ട ഭക്തരുടെ നിരയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ രാവിലത്തെ തിരക്കിന് അല്പ കുറവ് ഈ സമയത്ത് ഉണ്ടെങ്കിൽ കൂടിയും കൂടുതൽ തീർത്ഥാടകർ ശബരിമലയിലേക്ക് എത്തുന്നുണ്ട്. 8 മണി വരെയുള്ള കണക്കെടുത്താൽ 23,600 തീർത്ഥാടകർ ശബരിമല സന്നിധാനത്ത് എത്തി എന്നതാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഇന്ന് 70,000-ഓളം തീർത്ഥാടകരാണ് വെർച്വൽ ക്യൂ വഴി ശബരിമല ദർശനത്തിനായി ബുക്ക് ചെയ്തിട്ടുള്ളത്. ഇതിൽ 5,000-ൽ താഴെ സ്പോട്ട് ബുക്കിംഗും ഉണ്ടാകും. അങ്ങനെ ഏകദേശം 75,000-ഓളം തീർത്ഥാടകർ ഇന്ന് ശബരിമലയിൽ ദർശനം നടത്തുമെന്നതാണ് ദേവസ്വം ബോർഡും പോലീസും അറിയിക്കുന്ന കാര്യം. ഇന്നലെ 70,000-ഓളം തീർത്ഥാടകർ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തെങ്കിലും 65,000-ൽ താഴെ തീർത്ഥാടകർ മാത്രമാണ് ദർശനത്തിന് എത്തിയിട്ടുള്ളത്. വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിട്ടും ചില തീർത്ഥാടകർ ആ ദിവസം ദർശനം നടത്താത്ത ഒരു സാഹചര്യമുണ്ട്. നിലവിൽ ഭക്തർക്ക് ഈ കാത്തു നിൽക്കേണ്ട ഒരു സാഹചര്യമില്ല. വളരെ പെട്ടെന്ന് തന്നെ 18-ാം പടി ചവിട്ടി ശ്രീകോവിലെത്തി അയ്യപ്പ ദർശനം നടത്താനുള്ളൊരു സാഹചര്യം നിലവിൽ ശബരിമലയിലുണ്ട്. രാവിലെ മാത്രമാണ് വലിയ തരത്തിലൊരു തിരക്ക് അനുഭവപ്പെടുന്നത്. പിന്നീട് വൈകിട്ടായിരിക്കും തീർത്ഥാടകരുടെ ഒരു തിരക്ക് ശബരിമലയിൽ ഉണ്ടാകുന്നത്. വരും ദിവസങ്ങളിലും കൂടുതൽ തീർത്ഥാടകരെ ശബരിമലയിലേക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. 12 വിളക്കിന് ശേഷമായിരിക്കും കൂടുതൽ കേരളത്തിൽ നിന്നുള്ള തീർത്ഥാടകർ കൂടുതലായും ശബരിമലയിൽ എത്തുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ അയ്യപ്പ ദർശനത്തിനായി കാത്തു നിൽക്കുന്ന തീർത്ഥാടകരാണ്. 18-ാം പടി ചവിട്ടി ഫ്ലൈ ഓവറിൽ നിന്ന് ശ്രീകോവിലേക്ക് പോകാനുള്ള ഒരു കാത്തിരിപ്പാണ് നിലവിൽ ഈ തീർത്ഥാടകരുള്ളത്. ഒപ്പം ഈ കാനനപാത വഴിയും എരുമേലി വഴിയും കൂടുതൽ തീർത്ഥാടകർ ശബരിമലയിലേക്ക് എത്തുന്നുണ്ട്. ഈ 500-ൽ താഴെ തീർത്ഥാടകരാണ് ഇന്നലെ കാനനപാത വഴി ശബരിമല ദർശനത്തിന് എത്തിയത്. ഈ കാനനപാത വഴിയുള്ള തീർത്ഥാടനവും കൂടുതൽ സജീവമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ മേഖലയിലും കൃത്യമായിട്ടുള്ളൊരു സജ്ജീകരണം പോലീസിന്റെയും ഫോറസ്റ്റിന്റെയും ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. നിലവിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെ സന്നിധാനത്ത് ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഏകോപിപ്പിക്കുന്നത്. ഭക്തരുടെ ഭാഗത്ത് നിന്നും വലിയ മികച്ച അഭിപ്രായമാണ് ഇക്കുറിയുള്ള ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളത്. കാരണം ഈ കഴിഞ്ഞ തവണ നിരവധി പരാതികൾ ഭക്തരുടെ ഭാഗത്തുനിന്ന് ഉൾപ്പെടെ ഉയർന്നിരുന്നു. അത് അടിസ്ഥാന സൗകര്യം, ഒപ്പം ഈ മണിക്കൂറുകളോളം ദർശനത്തിനായി കാത്തു നിൽക്കേണ്ട ഒരു സാഹചര്യം, അത്തരത്തിലുള്ള പരാതികളൊക്കെ തന്നെ കഴിഞ്ഞ സീസണിൽ ഉയർന്നെങ്കിലും ഇത്തവണ പരാതികളെല്ലാം തന്നെ പരിഹരിച്ചുകൊണ്ട് കുറ്റമറ്റ രീതിയിൽ ഈ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം നടത്താൻ കഴിഞ്ഞു. ശബരിമലയിൽ വിവരങ്ങൾ നൽകിയത്.